എല്ലാ വ്യക്തികൾക്കും വ്യക്തിശുദ്ധി എന്നുള്ളത് വളരെ മർമ്മപ്രധാനമായ കാര്യമാണ്. വ്യക്തിശുദ്ധി എന്ന് പറയുമ്പോൾ ആന്തരികമായ ശുദ്ധിയുണ്ട്, ആത്മീയമായ ശുദ്ധിയും ഭൗതികമായ ശുദ്ധിയും. നമ്മുടെ ശരീരത്തെ ശുദ്ധിയായി സൂക്ഷിക്കുക എന്നുള്ളത് ഇസ്ലാം വളരെ കർശന ബുദ്ധിയോടുകൂടി നമ്മെ പഠിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അതായത് സ്വശരീരം വൃത്തിയോടുകൂടിയും ശുദ്ധിയോടുകൂടിയും സംരക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും ബാധ്യതയാണ്. എന്ന് മാത്രമല്ല, വൃത്തി എന്നുള്ളത് ഈമാനിന്റെ ഭാഗമായാണ് നമ്മെ മഹാന്മാർ പഠിപ്പിക്കുന്നത്. പ്രധാനമായും രണ്ട് രീതിയിലുള്ള അശുദ്ധികളാണ് നമുക്ക് സാധാരണ ഉണ്ടാവാറുള്ളത്. ഒന്ന് ചെറിയ അശുദ്ധിയും മറ്റൊന്ന് വലിയ അശുദ്ധിയും. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ വേണ്ടി നാം വുളു ചെയ്യുകയും വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ വേണ്ടി കുളിക്കുകയും ചെയ്യാറാണ് പതിവ്. വുളുവിനെ കുറിച്ചുള്ള വീഡിയോ നാം നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് കുളിയെക്കുറിച്ചുള്ളതാണ്. നാം ദിവസേന കുളിക്കുന്നവരാണ്, എല്ലാ ദിവസവും കുളിക്കുകയും ശുദ്ധിയാവുകയും ചെയ്യുന്നവരാണ്. എന്നാൽ നമ്മുടെ കുളിയും നമ്മുടെ പ്രവർത്തനങ്ങളും ഇസ്ലാമിനോട് യോജിച്ച രീതിയിൽ നമുക്ക് ആഖിറത്തിലേക്ക് കൂലി കിട്ടുന്ന രീതിയിൽ ആകണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി എന്താണ് കുളി എന്ന് നാം മനസ്സിലാക്കുക. നിയ്യത്തോടുകൂടി ശരീരം മുഴുവനും വെള്ളം ഒഴുക്കുക എന്നതാണ് കുളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുന്നത്തായ കുളിയുണ്ട്, ഫർളായ കുളിയുണ്ട്, അതായത് നിർബന്ധമായ കുളിയുണ്ട്. സുന്നത്തായ കുളിയാകുമ്പോൾ നിയ്യത്ത് വെക്കുക. കുളിക്ക് രണ്ട് ഫർളുകളാണുള്ളത്. ഒന്ന് നിയ്യത്ത്, രണ്ട് ശരീരം മുഴുവനും വെള്ളം ഒഴിക്കുക എന്നുള്ളത്. സുന്നത്തായ കുളിയാകുമ്പോൾ എൻ്റെ മേൽ സുന്നത്താക്കപ്പെട്ട കുളിയെ ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക, ശരീരം മുഴുവൻ വെള്ളം ഒഴിക്കുക. ഇനിയല്ല, ഫർളായ കുളിയാണ് കുളിക്കുന്നതെങ്കിൽ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ വേണ്ടി ഞാൻ കുളിക്കുന്നു എന്ന നിയ്യത്തോടു കൂടി ശരീരം മുഴുവനും വെള്ളം ഒഴിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഫർള്. കുളി നിർബന്ധമാകാൻ പ്രധാനമായും 6 കാരണങ്ങളാണുള്ളത്. 1. ഇന്ദ്രിയം പുറപ്പെടുക, മനീയ് പുറപ്പെടൽ. 2. ഭാര്യ ഭർത്തൃ സംയോഗം നടക്കുക. 3. ഷഹീദ് ഒഴികെയുള്ളവരുടെ മരണം. 4. ആർത്തവരക്തം പുറപ്പെടുക. 5. പ്രസവരക്തം പുറപ്പെടുക. 6. പ്രസവം സംഭവിക്കുക. ഈ തുടങ്ങിയ 6 കാരണങ്ങൾ കൊണ്ടാണ് കുളി നിർബന്ധമാവുക. കുളിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ 2 കണ്ടീഷനുകൾ, 1 നിയ്യത്തും 2 ശരീരം മുഴുവനും വെള്ളം എത്തിയെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുളി ശരിയാകുന്നതാണ്. കുളിയുടെ നിയ്യത്ത് നാം പറഞ്ഞിരുന്നു. വലിയ അശുദ്ധി ഉയർത്തുന്നു എന്നോ അല്ലെങ്കിൽ കുളി എന്ന ഫർള് നിറവേറ്റുന്നു എന്നോ നാം കരുതുക. എപ്പോഴാണ് കുളിയുടെ നിയ്യത്ത് നാം വെക്കേണ്ടത്? കുളിയുടെ ആദ്യത്തോട് യോജിച്ച നിലയിലായിരിക്കണം കുളിയുടെ നിയ്യത്ത് വെക്കേണ്ടത്. തുടക്കത്തിൽ തന്നെ നിയ്യത്ത് വെക്കൽ നിർബന്ധമാണ്. നിയ്യത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ബാക്കിയുള്ള ഭാഗം മുതലായിരിക്കും. നിയ്യത്ത് ഏത് സമയം മുതലാണോ നമ്മൾ നിയ്യത്ത് വെക്കുന്നത് അവിടെ മുതൽ മാത്രമേ ഫർള് വീടുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കുളിയുടെ തുടക്കത്തിൽ തന്നെ നിയ്യത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. കേവലം എന്നും ചെയ്യുന്ന ഒരു പ്രവർത്തനം എന്ന നിലയ്ക്ക് കുളിയെ നാം നിസ്സാരമായി കാണുമ്പോൾ അതിനുള്ളിൽ ഒരുപാട് സുന്നത്തായ കർമ്മങ്ങളുണ്ട്. ചില സുന്നത്തുകൾ നമുക്ക് പരിചയപ്പെടാം കുളിയുമായി ബന്ധപ്പെട്ട്. 1. കുളിക്കുന്ന സമയത്ത് ഖിബലയിലേക്ക് മുന്നിട്ട് കുളിക്കുക. 2. ഒഴിഞ്ഞ സ്ഥലത്തായിരിക്കുക കുളിക്കേണ്ടത്. 3. ബിസ്മി ചൊല്ലുക, തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക. 4. 2 മുൻകൈയും കഴുകുക. 5. വായ കുപ്രിക്കുക. 6. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. 7. കുളിക്കുന്നതിന് മുമ്പ് വുളൂ ചെയ്യുക. 8. ശരീരത്തിലുള്ള മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുക. 9. കക്ഷം, പൊക്കിൾ പോലെയുള്ള ചുളുങ്ങിയ സ്ഥലങ്ങൾ സൂക്ഷിച്ചു കഴുകുക. പ്രത്യേകിച്ച് ഫർള് കുളിയാണെങ്കിൽ അതിനുള്ളിലൊക്കെ വെള്ളം കയറ്റി കഴുകൽ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഫർള് വീടാതായി പോകാൻ സാധ്യതയുണ്ട്. 10. എല്ലാം 3 തവണ വീതം ചെയ്യുക. 11. ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും തേച്ചു കഴുകുക. 12. തുടരെയായിരിക്കുക. 13. കുളിക്കുന്ന സമയത്ത് സംസാരം ഉപേക്ഷിക്കുക. 14. മറയിലാണെങ്കിലും ഔറത്ത് മറച്ചുകൊണ്ട് കുളിക്കുക. 15. കുളിക്കു ശേഷം വുളൂഇൽ ചെയ്യുന്നത് പോലെ 2 ഷഹാദത്ത് കലിമയും ദുആഉം ചെയ്യുക. ഒരു കുളി കഴിയുമ്പോഴത്തേക്ക് ചുരുങ്ങിയത് 15 സുന്നത്തെങ്കിലും നമ്മൾ എടുത്തിട്ടുണ്ടാകും. നമ്മൾ ഇന്നലെ വരെ കുളിച്ചവരാണ്. ഇനിയുള്ള കുളികളിൽ നമ്മൾ ഇത്തരം സുന്നത്തുകൾ കൂടി പാലിച്ചുകൊണ്ട് ഒരു ഇബാദത്ത് എന്ന നിലയ്ക്ക് ഈ പ്രവർത്തനങ്ങളോട് സമീപിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധ ചെലുത്തണം. അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അവൻ ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളാക്കി സ്വീകരിക്കട്ടെ.